പശ്ചിമേഷ്യയിൽ നിന്നും വീണ്ടും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നിമിഷ നേരം കൊണ്ട് സംഘർഷാവസ്ഥയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പിന്നെയും അടച്ചു കളഞ്ഞു. യുദ്ധത്തിന് വിരാമമായി ഹോർമൂസ് തുറന്നു, പ്രശ്നങ്ങൾ തീർന്നു എന്ന് കരുതിയ ലോക ജനതയുടെ സന്തോഷം അധികം ആയുസില്ലാതെ പിന്നെയും കെട്ടടങ്ങുകയാണ്. ട്രംപിന്റെ പ്രകോപനത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ സമാധാനം അവസാന നിമിഷവും അകന്നു നിന്നതിലെ പ്രധാനപ്പെട്ട കാരണം ഇസ്രയേലിന്റെ ലെബനോനിലേക്കുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാത്തതായിരുന്നു. ഒടുവിൽ ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപാധികളില്ലാതെ തുറന്നുകൊടുത്തു. എന്നാൽ ഹോർമൂസ് തുറന്നതോടുകൂടി ട്രംപിന്റെ താന്തോന്നിത്തരം അത് വീണ്ടും ആരംഭിച്ചു. ഞാൻ സകലതും ചുട്ടരിക്കും, ഇറാൻ ഇനിയും ഹോർമൂസ് അടച്ചാൽ ഞാൻ ബോംബിട്ട് നശിപ്പിച്ചു കളയും, ബാക്കി ഒന്നും വെക്കില്ല എന്നുള്ള പതിവ് വിടുവായ്ത്തരവുമായിട്ട് ട്രംപ് വീണ്ടും രംഗത്തെത്തി. സത്യത്തിൽ ലോകത്തിലെ നമ്പർ 1 ശക്തിയായ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരി എന്നുള്ള സ്ഥാനം പോലും മറന്നുകൊണ്ട് ഒരു തെരുവ് തെമ്മാടിയുടെ ശരീരഭാഷയും വാക്കുകളുമായി അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ അത് മുഖാന്തരം ലോകം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അയാൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അമേരിക്ക ഒരു പരമാധികാരമുള്ള സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുന്നത് പോലെ തന്നെ ഇറാനും പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം തന്നെയാണ്. അമേരിക്കൻ ജനതയ്ക്കുള്ളതുപോലെ തന്നെ ആത്മാഭിമാനം ഇറാൻ ജനതയ്ക്കുമുണ്ട്. അത് ട്രംപിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചത്. അത് പക്ഷേ ട്രംപ് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് പോലെ എന്തെങ്കിലും പുലഭ്യം പറഞ്ഞുകൊണ്ടായിരുന്നില്ല, പകരം ഹോർമൂസ് അടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത്. ഹോർമൂസ് കടലിടുക്ക് ഉപാധികളില്ലാതെ ഇറാൻ തുറന്നുകൊടുത്തു എന്നുള്ള വാർത്ത വലിയ സന്തോഷത്തോടെയാണ് കഴിഞ്ഞ ദിവസം ലോകം കേട്ടത്. ഒരു മാസത്തിലധികമായി ലോകരാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയായിരുന്നില്ല. വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം വീണ്ടും കുപ്പുകുത്തുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ സകല വഴികളും എല്ലാവരും നോക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അസ്ഥാനത്ത് കയറി അനാവശ്യം പറയുന്ന ട്രംപിൻ്റെ വിടുവായ്ത്തരം വീണ്ടും പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം ഇറാന്റെ മാത്രം ആവശ്യമല്ല, അത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം ആവശ്യമാണ്. അപ്പോൾ തന്നെ ട്രംപിന്റെയും US-ന്റെയും ആവശ്യമാണ്, ലോകത്തിന്റെ ആവശ്യമാണ്. കാരണം കനത്ത സാമ്പത്തിക നഷ്ടമാണ് യുദ്ധം മുഖാന്തരം ലോകവും അമേരിക്കയും അനുഭവിക്കുന്നത്. നാശനഷ്ടങ്ങൾ ഒട്ടനവധി ഉണ്ടായി. കണ്ടമാനം ജനങ്ങൾ കൊന്നു തള്ളപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇറാനിലെ പുരാതന സാംസ്കാരിക മേഖലകൾ മുഴുവൻ ബോംബിട്ട് തകർത്തു. പക്ഷേ ഇറാൻ ഇപ്പോഴും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. വെനസ്വേലയിലേക്ക് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ കയ്യാമം വെച്ച് കൊണ്ടുപോയതുപോലെ ദുർബലമായ പല രാഷ്ട്രങ്ങളെയും ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാം എന്ന് ചിന്തിച്ച് കടന്നുപോയതുപോലെ ഞങ്ങളുടെ അടുക്കൽ കളിക്കേണ്ട അവസാന ശ്വാസം വരെയും പൊരുതി നിന്ന് തന്നെ ഞങ്ങൾ മുൻപോട്ട് നീങ്ങും എന്നുള്ള സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകുന്നത്. രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിക്കുവാൻ പോവുകയാണ്. അതിന് തൊട്ടു മുൻപാണ് ട്രംപിന്റെ ഈ ഭീഷണി വരുന്നത്. അതായത് സമാധാന കരാറിൽ എത്തും വരെ ഉപരോധം പിൻവലിക്കില്ല എന്നും ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കും, ഇത്തരത്തിലുള്ള ഭീഷണിയാണ് അവസാനമായി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഭീഷണിപ്പെടുത്തി മുൻപോട്ട് നീങ്ങാനുള്ള വഴികളെല്ലാം അടയ്ക്കുക, അവിടെയും കീഴടങ്ങുന്നില്ല എങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും എന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിച്ച് ഒടുവിൽ അവർ എൻ്റെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങി എന്നുള്ളത് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കുക, ഇതായിരുന്നു അയാളുടെ ഉദ്ദേശം. എന്നാൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നും സമാധാന ചർച്ചകൾ നടത്തി പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുവാൻ പാകിസ്ഥാൻ മുൻപോട്ട് വന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതുമെല്ലാം ലോകത്തിലുള്ള സകല മനുഷ്യരും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 3 ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാതെയാക്കുമെന്ന് വീമ്പടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ട്രംപ് ഇറാനിൽ നിന്നും തലയൂരുവാൻ കഴിയാതെ വല്ലാതെ വീർപ്പുമുട്ടുന്നതും സഖ്യകക്ഷികളായ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ചുമതല ഭംഗിയായി സംരക്ഷിക്കുന്നതിൽ ട്രംപിനും അമേരിക്കയ്ക്കും വീഴ്ച സംഭവിച്ചു എന്നുള്ളതും ലോകം മുഴുവൻ കണ്ടു. കുവൈറ്റും UAE-യും ഖത്തറും ഇറാനും ഒക്കെ പിടിച്ചു നിൽക്കുവാൻ പാടുപെടുകയാണ്. കഴിഞ്ഞ ആഴ്ച UAE പുറത്തുവിട്ട റിപ്പോർട്ടിന് പ്രകാരം 2400-ലധികം ആക്രമണങ്ങളാണ് കഴിഞ്ഞൊരു മാസമായി അവർ ഇറാന്റെ ഭാഗത്തു നിന്നും നേരിട്ടത്. അതിനെ അവർ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നും പറയുന്നുണ്ട്. UAE മാത്രം ഇത്രയധികം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഖത്തറും ബഹ്റിനും കുവൈറ്റുമൊക്കെ എത്രയധികം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവും, എത്ര നഷ്ടങ്ങളാണ് അവർക്കൊക്കെ അതിൽ കൂടി സംഭവിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഹോർമൂസ് അടച്ചിടുക കൂടി ചെയ്തതോടെ സമ്പദ്ഘടന തന്നെ ആടി ഉലയുവാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിലുള്ള പല കമ്പനികളും പൂട്ടിയിരിക്കുകയാണ്. കണ്ടമാനം ജനങ്ങൾ ജോലിയില്ലാതെ നെട്ടോട്ടം ഓടുവാൻ തുടങ്ങിയിരിക്കുന്നു. അതീവ രൂക്ഷമായ പ്രതിസന്ധിയാണ് എല്ലാ മേഖലകളിലും എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സാഹചര്യത്തിൽ തന്നെയാണ് യുദ്ധം ഇനി ഉടനടിയൊന്നും നിൽക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാന ചർച്ചകൾക്ക് വേണ്ടി ട്രംപ് അവസാനം വഴങ്ങിക്കൊടുത്തത്.
ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഞാൻ വിജയിച്ചു, ഞാനാണ് വിജയിച്ചത്, ഞാൻ മാത്രമാണ് വിജയിച്ചത് എന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിൽ കൂടി വീമ്പ് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ ട്രംപ് കൂടുതൽ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇറാൻ വളരെ കൃത്യമായ നിലപാടുമായി തക്ക സമയത്ത് തന്നെ രംഗത്തെത്തി. ഇപ്പോൾ വീണ്ടും ലോകം ആശങ്കയിലാവുകയാണ്. ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ലോകം വലിച്ചിഴക്കപ്പെടുകയാണ്. നാഴികയ്ക്ക് 40 വട്ടം വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക, ഇപ്പോൾ പറയുന്നതിന് ഘടകവിരുദ്ധമായി 10 മിനിറ്റ് കഴിയുമ്പോൾ സംസാരിക്കുക. അങ്ങനെ സമനില തെറ്റിയ സ്വബോധമില്ലാത്ത ഒരു മനുഷ്യന്റെ പുലഭ്യം പറച്ചിലുകൾ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ട്രംപിന് ഇവിടെ വഴങ്ങിയേ പറ്റൂ, ഇല്ലായെങ്കിൽ കൂടുതൽ വിനാശകരമായ ആക്രമണങ്ങളിലേക്ക് അയാൾക്ക് ചുവടുകൾ വെക്കേണ്ടി വരും. അങ്ങനെ യുദ്ധം വീണ്ടും പുനരാരംഭിച്ചാൽ അത് ഇറാനിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും കനത്ത നഷ്ടങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക. ഈ വിഷയത്തിൽ ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം എക്സിൽ കുറിച്ചത്, 1 മണിക്കൂറിനുള്ളിൽ 7 അവകാശവാദങ്ങളാണ് US പ്രസിഡന്റ് നടത്തിയത്. ഈ 7 അവകാശവാദങ്ങളും തെറ്റായിരുന്നു. നുണകൾ കൊണ്ട് യുദ്ധം ജയിക്കുവാൻ അവർക്ക് കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ സമാധാന ചർച്ചകളിലും അവരെവിടെയും എത്തുവാൻ പോകുന്നില്ല. ഇറാന് നേരെയുള്ള ഉപരോധം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അത് അടഞ്ഞു തന്നെ കിടക്കും. ഹോർമൂസ് തുറക്കണോ അടയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല. ഇതായിരുന്നു ആ പ്രസ്താവന. സത്യത്തിൽ വെടിനിർത്തൽ കാലയളവിൽ എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി ഹോർമൂസ് പൂർണ്ണമായി തുറന്നിരിക്കുന്നു എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനം വലിയ ആശ്വാസത്തോടു കൂടി തന്നെയാണ് ലോകം കേട്ടത്. ലെബനോനിലെ വെടിനിർത്തലിന് അനുസൃതമായി നിശ്ചിത റൂട്ടിലൂടെയുള്ള യാത്ര അനുവദനീയമാണ് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരിട്ടാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനു മറുപടിയായി ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളുമായിട്ടാണ് ട്രംപ് രംഗത്തെത്തിയത്. അതായത് അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടുന്ന സമയം വരെ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം നിലനിൽക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ തന്നെയാണെന്ന് ഏറെക്കുറെ ലോകത്തിന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രംപ് കടുത്ത തീരുമാനം അങ്ങോട്ട് പ്രഖ്യാപിച്ചാലും അത് നടപ്പാക്കാൻ തീരുമാനിച്ചാലും വേണ്ടി വന്നാൽ അതിനെ നേരിടും എന്ന രീതിയിലാണ് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതികരണം. അതുകൊണ്ടായിരുന്നല്ലോ ഹോർമൂസ് കടലിടുക്കിൽ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം അത് വെറും ഓലപ്പാമ്പിട്ടുള്ള പേടിപ്പീര് മാത്രമാണ്, അതിനപ്പുറത്ത് ഒന്നും ചെയ്താൽ ഞങ്ങൾ അതിനെ നേരിട്ടോളാം എന്നുള്ള രീതിയിൽ ചൈനയുടെ കപ്പൽ ഹോർമൂസിലേക്ക് പ്രവേശിച്ചത്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി തന്നെ കൂടുതൽ ബെഡായി അടിക്കുന്ന പരിപാടി ട്രംപ് നിർത്തിവെക്കേണ്ടതായിരുന്നു. പക്ഷേ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ട്രംപ് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് താൻ കണ്ണുരുട്ടി കാണിച്ചാൽ ഇറാൻ വരുതിയിൽ വരും, തന്റെ തീരുമാനപ്രകാരം മാത്രമേ കാര്യങ്ങളെല്ലാം നീങ്ങൂ എന്നുള്ളതാണ്. അത് ഒട്ടും തന്നെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുവാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. അതായത് ഭീഷണിപ്പെടുത്തി കാര്യം സാധിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ അത് മറ്റു പലയിടത്തും ചെലവാകും, ഇവിടെ നടക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും പ്രതിസന്ധി രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹോർമൂസ് കടക്കുവാൻ വേണ്ടി മുൻപോട്ട് പോയ പല കപ്പലുകളും മടങ്ങിപ്പോകുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെയും ഗ്രീസിന്റെയും അടക്കം 6 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഭാഗത്ത് എത്തിയതിനു ശേഷം മടങ്ങിപ്പോയി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ടാങ്കുകളാണ് പേർഷ്യൻ കടലിൽ ഇപ്പോൾ സ്തംഭിച്ചു കിടക്കുന്നത്. ഇവയിലെല്ലാം കൂടി ഏകദേശം 83 ലക്ഷം ബാരൽ എണ്ണയുണ്ട് എന്നുള്ള കണക്കുകളാണ് വരുന്നത്. ഇപ്പോൾ മടങ്ങിപ്പോകുവാൻ തുടങ്ങിയിരിക്കുന്ന കപ്പലുകൾ അവ ഹോർമൂസ് കടന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഒറ്റ ദിവസം ഇതുവഴിയുള്ള ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ നീക്കമായി അത് മാറുമായിരുന്നു. അതോടുകൂടി തന്നെ ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരവും ഉണ്ടാകുമായിരുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ വീണ്ടും ഹോർമൂസ് ഉപരോധിച്ചതോടുകൂടി 10 ദിവസത്തേക്ക് നിലവിൽ വന്ന ഇസ്രായേൽ ലെബനോൻ വെടിനിർത്തലിന്റെ ഭാവി ഇനി എന്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. ഏത് കരാറും ഏത് സമയത്തും ലംഘിക്കുന്ന തെമ്മാടി രാഷ്ട്രവും അതിന്റെ പ്രധാനമന്ത്രിയും എന്ന നിലയ്ക്ക് നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഏത് തരത്തിലുള്ള നീക്കവും ഉണ്ടാകാം എന്നുള്ള കാര്യവും ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിൽ അവസാനമായി എത്തിയത് യുറേനിയം കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ആണവായുധ നിർമ്മാണം നടത്തില്ല എന്ന ഇറാന്റെ പക്കൽ നിന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും ഞങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. പകരം യുദ്ധം മൂലം അവർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം അമേരിക്ക പരിഗണിക്കും എന്നുള്ളതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബോംബിങ്ങിന്റെ ഫലമായി ഇറാനിൽ സംഭവിച്ചത് കനത്ത നാശനഷ്ടങ്ങളാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും എണ്ണ ഗ്യാസ് സംവിധാനങ്ങളും സ്റ്റീൽ പ്ലാന്റുകളും കമ്പനികളും ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അവയെല്ലാം പുനർനിർമ്മിക്കുവാൻ ഏകദേശം $270 ബില്യൺ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ഇറാന്റെ വക്താവ് ഈ അടുത്ത സമയത്ത് പറഞ്ഞത്. ഇതിന് പുറമെ 1979 മുതൽ തുടരുന്ന അമേരിക്കൻ ഉപരോധത്തിന്റെ ഫലമായി വിവിധ നാടുകളിൽ മരവിപ്പിച്ചിട്ടിരിക്കുന്ന ഇറാന്റെ $100 ബില്യൺ വരുന്ന ആസ്തികൾ അത് വിട്ടു നൽകണമെന്ന ആവശ്യവും ഇറാൻ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാന് തന്നെ വേണം.
ഭാവിയിൽ ഒരിക്കലും ഇസ്രായേലോ അമേരിക്കയോ ഇറാനെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകണം. ഇതൊക്കെയാണ് ഇറാൻ മുൻപോട്ട് വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ. അതിൽ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ അടുത്ത US നിലപാട് എന്തായിരിക്കും എന്നതിനെ അനുസരിച്ചാണ് വെടിനിർത്തലിന്റെ ഭാവി വെളിപ്പെടുവാൻ പോകുന്നത്. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം തൽക്കാലം മറ്റൊരിടത്തേക്കും കൊണ്ടുപോകുവാൻ സമ്മതിക്കില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനല്ലെന്നും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ഉള്ളതാണെന്നും വേണമെങ്കിൽ 5 വർഷത്തേക്ക് ആ ഒരു പദ്ധതി നിർത്തിവെക്കാം എന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ ആവശ്യം 25 വർഷത്തേക്ക് ഇറാൻ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ളതാണ്. ഒടുവിൽ മധ്യസ്ഥ ചർച്ചകൾക്കിടയിൽ നിന്ന് പാകിസ്ഥാൻ മുൻപോട്ട് വെച്ചത് 12 വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക എന്നുള്ള കരാറായിരുന്നു. പക്ഷേ US-നും ഇറാനും അത് സ്വീകാര്യവുമായിരുന്നില്ല. രണ്ടാം ഘട്ട ചർച്ചകളും ഏകദേശം യുറേനിയം സമ്പുഷ്ടീകരണം എന്ന വിഷയത്തെ മുൻനിർത്തി തന്നെയായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ ട്രംപിന്റെ സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളികളാണ് ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതും ബുദ്ധിമുട്ടിലാക്കുന്നതും. യുദ്ധമെന്ന് കേട്ടപ്പോൾ ചാടിയിറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഒടുവിൽ കൈവൊള്ളി നിൽക്കുമ്പോഴും വിജയിച്ചവനാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുവാൻ പെടാപ്പാടുപെടുന്ന ട്രംപിനെ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് ലോകം ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. എന്തായാലും ഹോർമൂസ് അടച്ചുകൊണ്ടുള്ള ഇറാന്റെ ഇപ്പോഴത്തെ നീക്കത്തോടുള്ള ബന്ധത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നറിയുവാൻ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ US-ലേക്ക് ഉറ്റുനോക്കുകയാണ്.